ഹലോ ഗൈസ്, ആഷ്ഗ്രാം ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കിയെടുക്കാം എന്ന് നിങ്ങളുമായി പങ്കുവെക്കാനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഫോണിലെത്തുന്നതാണ്. അപ്പോൾ വൈകിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലിട്ട് എടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു ഹാൻഡ് വാഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യം നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ഒരു ഡെറ്റോള്, വാനില എസൻസ്, ഗ്ലിസറിൻ. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ 30 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടണം. പിന്നെ ലെക്സ്, ഒരു സോപ്പ്, വളരെ നല്ല കട്ടിയുള്ള സോപ്പായിരിക്കണം. പിന്നെ 1 ലിറ്റർ വെള്ളം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ സോപ്പ് ഗ്രേറ്റ് ചെയ്യും. ഞാനിവിടെ അര സോപ്പ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 1 ലിറ്റർ വെള്ളം. ഫുൾ സോപ്പ് എടുക്കുകയാണെങ്കിൽ 2 ലിറ്റർ വെള്ളമാണ് ആവശ്യം. പിന്നെ അവിടെ അര സോപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഗ്യാസ് സ്റ്റവ് കത്തിക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ 1 ലിറ്റർ വെള്ളം ഒഴിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ സോപ്പ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച സോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കണേ. അപ്പോൾ സോപ്പെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് സ്മെല്ലിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ചൂട് പാകമായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഗ്ലിസറിൻ ഒഴിക്കേണ്ടത്. അപ്പോൾ ചൂട് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിപ്പിക്കാം. 1 സോപ്പാണെങ്കിൽ 1 ടീസ്പൂൺ ഗ്ലിസറിനാണ് ഒഴിച്ചെടുക്കേണ്ടത്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ അടുത്ത ദിവസം ഇത് തുറന്ന് നോക്കിയാൽ നമ്മുടെ ഹാൻഡ് വാഷ് റെഡി. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇത് നല്ല കട്ടി ഉണ്ടാവും, അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല കട്ടിയുള്ളവർ ഇളക്കിയതിന് ശേഷം പാകത്തിന് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം നമുക്ക് ഇളക്കാം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലോട്ട് മാറ്റാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഹാൻഡ് വാഷ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഹാൻഡ് വാഷ് വീട്ടിലുണ്ടാക്കി മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ആഷ്ഗ്രാമിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.